വെൽക്കം ടു മെഹ ലാംഗ്വേജ് അക്കാഡമി. ഇംഗ്ലീഷിൽ പെൻസിൽ ഫോംസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, നമ്മളിവിടെ സംസാരിച്ചു. ഇംഗ്ലീഷിൽ സാധാരണയായി മലയാളത്തിൽ പറയും ഒരു വെടിക്ക് രണ്ട് പക്ഷി. പക്ഷേ ഒരു വെടിക്ക് ആയിരക്കണക്കിന് പക്ഷികൾ കിട്ടുന്നു എന്നുള്ളതാണ് ഇംഗ്ലീഷ് പെൻസിൽ ഫോംസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതി. അതായത് മലയാളത്തിൽ തിന്നുമെന്ന വാക്കാണ് തിന്നു എന്നായത്, തിന്നുമെന്ന വാക്കാണ് തിന്നുമെന്ന. അത് മീൻസ് മലയാളത്തിൽ തിന്നുമെന്ന വാക്കിന് പകരമായിട്ട് നമുക്കൊരു 10,000 വേർഡ്സ് ഉണ്ട്. ക്രിയകൾ നടക്കുന്നു, കളിക്കുന്നു, ഓടുന്നു. ഈ 10,000 ഇവിടെ മാറ്റി വെച്ചാലും അതിന്റെ 11 സ്ഥലത്തുള്ള ചേഞ്ചസ് മിക്കവാറും 11 സ്ഥലത്തും സ്ഥിരമാണ്. മാറ്റങ്ങൾ കേട്ടോ. തിന്നുകയാവുന്നു, ഇത് നടക്കുകയാവുന്നു, കളിക്കുകയാവുന്നു, ഓടുകയാവുന്നു, ചിരിക്കുകയാവുന്നു, പഠിപ്പിക്കുക. സോ ആകുന്നു എന്നുള്ളത് മാറുന്നില്ല. പ്രസന്റ് കണ്ടിന്യൂസ്. ഇനി തിന്നുന്നുണ്ട്, നടക്കുന്നുണ്ട്, ഓടുന്നുണ്ട്, ചിരിക്കുന്നത്. സോ ഉണ്ട് എന്നുള്ളത് ഒരെണ്ണത്തിന്റെ പഠിക്കുമ്പോൾ 10,000 എണ്ണത്തിന്റെ പഠിച്ചു. ആ സിസ്റ്റം നമുക്ക് പഠിക്കാതെ കൊണ്ടും പഠിപ്പിക്കാത്ത കൊണ്ടും നമുക്ക് മലയാള ഭാഷയിൽ അറിയാം. അത് നമ്മുടെ മാതൃഭാഷയിലുണ്ട്. പക്ഷെ ഇംഗ്ലീഷിൽ തിരിച്ച് ഇതടച്ചു വെച്ചിട്ട് കുട്ടികളോട് ഞാൻ മാങ്ങ തിന്നു മകനെ മകളെന്ന് ചോദിച്ചു നോക്കും. 6-7 പഠിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം മലയാള എബോവ് 3rd grade ചോദിച്ചാൽ they don't know. I ate mango, I eaten mango, I eaten mango, I have it. So they don't know what we choose. They don't know. അപ്പൊ അതാണ് ഞാൻ മാങ്ങ തിന്നു എന്ന് കുട്ടികളോട് ചോദിച്ചു. അപ്പൊ 7ാം ക്ലാസ്സിൽ താഴെയുള്ള കുട്ടികളോട് ചോദിക്കേണ്ട പ്രോസസ് എന്ത്? ഞാൻ മാങ്ങ തിന്നു എന്ന് ചോദിച്ചു നോക്കുക. ഐ എയ്റ്റ് മാംഗോ എന്ന് പറയുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അതാണ് ഒരു മാനദണ്ഡം ഇവരുടെ അറിവ് അല്ലെങ്കിൽ ഇവരുടെ വിദ്യാഭ്യാസം നടക്കാനുള്ളത്. പിന്നെ 7ാം ക്ലാസ് 3ാം ക്ലാസ് വരെ 7ാം ക്ലാസ്സിൽ ചോദിക്കുന്ന മറ്റു ചോദ്യം ഞാൻ മാങ്ങ തിന്നും ചോദ്യത്തിന്റെ ഇംഗ്ലീഷ് എന്താണ്? അപ്പൊ ഈ 2 ചോദ്യം 7ും 5നും ഇടയിലുള്ള ചോദ്യം ചോദിച്ചാൽ ഏകദേശം അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ഇംഗ്ലീഷ് അറിയാൻ പറ്റും. അവർക്ക് എഴുത്ത്, സംസാരം, പിന്നെ ടെക്സ്റ്റ് വായിക്കുന്നുണ്ടോ, മുന്നോട്ട് എങ്ങനെയാണ് പ്രോസസ്സ് എന്ന് പോകുന്നറിയാം. പക്ഷെ 8ാം ക്ലാസ് മുതൽ BA BCom MA MCom BTech MTech പഠിച്ച ആൾക്കാരുടെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ഞാൻ മാങ്ങ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. MSc teacher, I am eating mango, I have eaten mango, whatever I'm saying, I don't know. This educated people. ഇത് I had been eating ഇവിടെ had been ing. ഇനി ഈറ്റിന് പകരം 20,000-നടുത്തും വേർബ്സ് ഉണ്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ. ആ 20,000 വേർബ്സ് എടുത്തു വെച്ചാലും had been ing മാറുമോ? Means you want to learn once of means one verbs change. സോ അതാണിത്. അപ്പൊ നമ്മൾ മലയാളത്തിൽ ഒരു വേർഡ് പഠിക്കുമ്പോൾ 10,000 വേർബ്സ് ആൻഡ് ഇംഗ്ലീഷിൽ ഒരെണ്ണം പഠിക്കുമ്പോൾ 10,000 വേർബ്സ് വി അണ്ടർസ്റ്റാൻഡ്. സോ ഇറ്റ് ഇസ് എ സിസ്റ്റം, ഇറ്റ്സ് എ മോൾ, ഇറ്റ്സ് എ ഫോർമാറ്റ്, ഇറ്റ്സ് എ whatever you can say. So this is the simplified method of tenses in English literature. So തിന്നുള്ള eat തിന്നുള്ള വാക്കൊരു വേർബ്. ഈറ്റിന് പകരം നമ്മൾ drinks, sit, comes. So as is not changes. സ്ഥിരമാണ്. ISCS വളരെ അപൂർവം 100 1-2 വരും. ഇനി താഴോട്ട് പോകുന്ന തിന്നുകയാവുന്ന ഈറ്റിന് പകരം ഏത് മാറുന്നില്ല. സോ ഇറ്റ്സ് എ സിസ്റ്റം വി ലേൺസ് മീൻസ് വി അണ്ടർസ്റ്റാൻഡ് 20,000 words. If you will learn one means one must be by hearted. ഇത് എങ്ങനെ പഠിക്കണമെന്ന് ചിലപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം. ഇതെങ്ങനെ പഠിക്കണമെന്ന് ചിലപ്പോൾ ഒരു 3ാം ക്ലാസ്സുകാർക്ക് തിന്നും എന്നുള്ളത് 3 ഇംഗ്ലീഷും ജസ്റ്റ് പറഞ്ഞു കൊടുക്കുക. പിന്നെ 4 പഠിക്കുന്ന ആൾക്ക് 4 മുതൽ 3 വരെ 5 വരെയുള്ളവർക്ക് 6 ടെൻഷൻ ഫോംസ് പഠിക്കാം. തിന്നുകയാവുന്നത് ഇതിനെ പഠിക്കുന്നത് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തിന്നുന്നു ഈറ്റ് എന്ന് തന്നെ പഠിക്കണം. വില്ലിറ്റ് ഷാലിറ്റ് തിന്നും. അപ്പോ തിന്നുന്നു എന്ന് പറയുമ്പോൾ 2 വരുന്നു. ഈറ്റ് എന്തുകൊണ്ട് വരുന്നു? സബ്ജക്റ്റ് പ്ലൂറലാവുമ്പോൾ ഈറ്റ് വരുന്നു, സിംഗിൾ ആവുമ്പോൾ ഈറ്റ്സ് വരുന്നു. ബോയ്സ് ഈറ്റ്, ബോയ് ഈറ്റ്സ്, കാറ്റ്സ് ഈറ്റ്, കാറ്റ് ഈറ്റ്സ്, എക്സെപ്റ്റ് ഐ ആൻഡ് യു സിംഗിൾ. ഐ പിന്നെ യു സിംഗിൾ പിന്നെ അറിയുന്നില്ല. ഓക്കെ, ഐ വരുമ്പോഴാണ് ഒരാളുള്ളൂ. അത് ഈറ്റ് വരുന്ന കൺഫ്യൂഷൻ. നമ്മുടെ കേസിൽ ഇറ്റ് ഇസ് നോട്ട് എ കൺഫ്യൂസ്ഡ് തിങ്, ബട്ട് people feel it bit confused. അപ്പൊ അങ്ങനെയാണ് ആഡിറ്റിംഗ് വരുമ്പോൾ ഇത് സെയിം റോഡ് തന്നെയാണ്. ഈറ്റ് വരുമ്പോൾ ലെഫ്റ്റ് പ്ലൂറലായിരിക്കും, ഈസ് വരുമ്പോൾ സിംഗുലർ ആയിരിക്കും. ഇവിടെ ആ നിയമം തന്നെയാണ് താഴോട്ട് പ്രസന്റ് ടെൻസിലും 4 ടെൻസ് ഫോംസിലും പിന്നെ പ്രസന്റ് പാസ്റ്റ് കണ്ടിന്യൂസിലും. ആ ഈറ്റിംഗ് വരുമ്പോൾ പ്ലൂറലായിരിക്കും, ഈസ് ഈറ്റിംഗ് വരുമ്പോൾ സിംഗുലർ ആയിരിക്കും, പിന്നെ ഹാവ് ഈറ്റിംഗ് വരുമ്പോൾ പ്ലൂറലായിരിക്കും, എക്സെപ്റ്റ് ആയി കേട്ടോ.
ഈസ് ദേ ഹാവ് വിത്ത് എന്നൊരു സിമിലർ ആയിരിക്കും. അങ്ങനെ ഒരു സിസ്റ്റമാണത് 5 സ്ഥലത്തും സിംഗപ്പൂർ സിസ്റ്റം ഒരു ഫിനോമിനൽ പോയിന്റ് അല്ലെങ്കിൽ ഒരു നോട്ടബിൾ പോയിന്റ് ആണ്. അത് നോട്ട് ചെയ്യുക. അങ്ങനെ 6 വീതം 3, 4, 5 ക്ലാസ്സുകാർക്ക് 6, പിന്നെ 7, 8 മുതൽ 8ാം ക്ലാസ് മീൻസ് സ്റ്റേറ്റ് സിലബസ് ഇംഗ്ലീഷ് മീഡിയം സ്റ്റേറ്റ് സിലബസ് 7, 8, 9, 10 ആയിട്ടെങ്കിലും ഈ 12 ടെൻസ് ഫോംസും മലയാളത്തിലും മീൻസ് വിച്ച് ഈസ് ദെയർ മദർ ടങ്ങിന്റെ ഒരു മദർ ടങ് അവർ ബൈഹാർട്ട് പഠിപ്പിക്കുകയും ചെയ്തില്ലെങ്കിൽ ഈ ഭാഷയിൽ they cannot make sentences, they cannot interact, they cannot understand texts means newspaper, whatever text means sentences, and what is their teaching parents-ന് പഠിപ്പിക്കാനും കഴിയില്ല, മറന്നുപോയി. ABCD ക്യാപിറ്റൽ സ്മോൾ എഴുതാനും വായിക്കാനും പെർഫെക്റ്റ് ആയിട്ട് അറിയുന്നു മീൻസ് we know the words means we know the ABCD perfectly, capital and small, everything, vowels, etc., consonants, etc. So here the most essential grammar procedure is tense forms. This is the most simplified tense forms teaching and learning process, I believe. So this want to be do in or this want to be exposed or pinned in the textbooks of 3rd grade student to 10th grade. 3ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ പിന്നിൽ ഈ ടെൻസ് ഫോമിൽ കേന്ദ്ര ഗവൺമെന്റ് ഏത് ഗവൺമെന്റുകളായി പ്രിന്റ് ചെയ്യുകയും ഇത് വളരെ സിമ്പിളായിട്ട് കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുകയും വേണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇറ്റ്സ് മൈ പ്രോമിസ്, ഇറ്റ്സ് മൈ വേർഡ്, ഇറ്റ്സ് മൈ ഇതൊരു എന്താ പറയുക വലിയൊരു അഭ്യർത്ഥനയായി ഒരു പരാതിയായി പരിഭവമായി ഗവൺമെന്റുകൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞു 8 ഉപയോഗിച്ച് നമ്മൾ വേർഡ്സ് ഉണ്ടാക്കുന്നു. വേർഡ്സ് ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ടെൻസ് ഫോംസ് ഉപയോഗിച്ച് വേർഡ്സ് അപ്പോൾ ടെൻസ് ഫോംസ് ഉപയോഗിച്ച് അങ്ങനെ വേർഡ്സ് ഉണ്ടാക്കാം. ഈ ഈറ്റിന്റെ ഇടതും വലതും നമുക്ക് ഒരു 9 വാക്ക് ഹി ബോയ്സ് അങ്ങനെ 9 വാക്കുണ്ട്, ലെഫ്റ്റിൽ മാംഗോ മാത്രം. അപ്പോൾ ഈ സബ്ജക്റ്റ് നമുക്ക് കോടാനുകൂടി മനുഷ്യന്റെ മൃഗത്തിന് ഉപയോഗിക്കാം. മാംഗോ എന്ന ഒരു ഒബ്ജക്റ്റിന് പകരം നമുക്ക് കോടാനുകൂടി മനുഷ്യന്റെ മൃഗത്തിന്റെ വസ്തുക്കൾ ഉപയോഗിക്കാം. അപ്പൊ 8 ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലക്ഷക്കണക്കിന് മീൻസ് കോടിക്കണക്കിന് I8 മാംഗോ ഫോർ എക്സാമ്പിൾ. അടുത്ത അതിൽ V8 ഓറഞ്ച്, U8 ബനാന, അങ്ങനെ ഡിഫറെന്റ് വേർഡ്സ് വെച്ച് 8 മാറ്റരുത്. അത് ജസ്റ്റ് ഒരു വേർഡ് ഒരു ടെൻസ് ഫോംസ് മീൻസ് ഒരു വെർബിന് ടെൻസ് ഫോംസ് മനസ്സിലാക്കുന്നവർ ഒരു തവണ ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ 8 ഉപയോഗിച്ചുകൊണ്ട് വി ക്യാൻ മേക്ക് crores of sentences of 3 words. അങ്ങോട്ടും ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് the tall boy ate a mango which is imported from Malaysia എന്ന് പറഞ്ഞാൽ we can extend, we can make that simple sentence to compound sentence, complex sentence and compound and complex sentences is like വലിയ വാചകങ്ങൾ ഉണ്ടാക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയ 2, 3, 4, 5 വാക്കുകൾ ഉപയോഗിച്ച് ചെറിയ വാചകങ്ങൾ പഠിക്കുകയും ചെറിയ ക്ലാസ്സുകളിൽ മുന്നോട്ട് പോകുന്നതോറും വലിയ ക്ലാസ്സുകൾ പഠിക്കുകയും ചെയ്യണമെന്ന് ആണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അതാണ് ആ മെത്തേഡിൽ കൂടെ ഈ മെത്തേഡിൽ കൂടെ തന്നെ ടെൻസ് ഫോം സംസാരിക്കാൻ, വാചകങ്ങൾ ഉണ്ടാക്കാൻ, ടെക്സ്റ്റ് മനസ്സിലാക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് നിങ്ങൾക്ക് കിട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മെഹാ ലാംഗ്വേജ് യൂട്യൂബിൽ മെഹാ ലാംഗ്വേജ് അക്കാഡമി എന്നടിക്കുക, ഫേസ്ബുക്കിൽ മെഹാ ലാംഗ്വേജ് അക്കാഡമി എന്നടിച്ചാൽ ഞങ്ങളുടെ പേജിൽ നിങ്ങൾക്ക് എത്താവുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.